കൊല്ലം തേവലക്കരയിലെ മിഥുന്റെ മരണത്തിൽ ഒടുവിൽ നടപടിയുമായി KSEB. ഓവർസിയറെ സസ്പെൻഡ് ചെയ്തു. തേവലക്കര സെക്ഷനിലെ ഓവർസിയറായ ബിജു എസിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഷമീർ അബ്ദുൾ ചേരുന്നു വിവരങ്ങളുമായി. ഷമീർ, ഏതായാലും KSEBയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നു. ഇവരുടെ അന്വേഷണ റിപ്പോർട്ട് തന്നെ വലിയ തോതിൽ വിമർശനം വിളിച്ചു വരുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നടപടിയിലേക്ക് കടക്കുകയാണ്. വിവരങ്ങൾ തീർച്ചയായിട്ടും ലക്ഷ്മിപത്മ, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ പോലീസ് കടുപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം KSEBയുടെ എഞ്ചിനീയർ അടക്കമുള്ള ആൾക്കാർക്കെതിരെ അവരെ പ്രതിപട്ടികയിൽ മനഃപൂർവ്വമല്ലാതെ നരഹത്യ ചുമത്തി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇതിൽ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ, അതുപോലെ KSEB എഞ്ചിനീയർ, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങിയവരാണ് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് വലിയ നടപടികളിലേക്ക് ഡിപ്പാർട്ട്മെന്റ് തന്നെ KSEB തന്നെ നടപടികളിലേക്ക് പോവുകയാണ്. ഈ സൈറ്റ് ഇൻസ്പെക്ട് ചെയ്ത ഓവർസിയർ ബിജുവിനെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹമാണ് ഇത്തരത്തിൽ ഈ സ്കൂളിലേക്ക് എത്തി ഈ സ്കൂളിന് മുകളിലൂടെ വൈദ്യുതി ലൈൻ പോകുന്നത് ഫിറ്റ് ആണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് എഞ്ചിനീയർക്ക് നൽകിയത്. അതുകൊണ്ടാണ് അക്കാരണത്തിലാണ് ഇത്തരത്തിൽ ഒരു നേരിട്ടൊരു നടപടി KSEB ഓവർസിയർക്കെതിരെ എടുക്കുന്നത്. അങ്ങനെയാണ് ഓവർസിയറെ സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവ് ഇന്ന് രാവിലെ പുറത്തിറങ്ങുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ നടപടി എന്ന് വേണം പറയാൻ. ഈ പ്രതിപട്ടികയിൽ കൂടുതൽ ആളുകളെ കൂടി ഇനി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഈ അന്വേഷണ സംഘം തുടരുകയാണ്. ഇപ്പോൾ നിലവിൽ ഈ നടപടി എന്ന് പറയാൻ KSEBയുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. ഓവർസിയറെ ഒടുവിൽ KSEB സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ സമയത്ത് നമുക്ക് നൽകാൻ കഴിയുന്നത്. ലക്ഷ്മി പത്മ. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ കൊല്ലത്ത് നിന്ന്.